Hey guys, welcome back to V-Talks. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ടൈം ലാപ്സ് മൂവി ചലഞ്ച്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു മൂവി ചലഞ്ച് ആണ്. ഒരു മൂവി ഫുള്ള് ടൈം ലാപ്സിൽ കാണിച്ചു തരും. അതെ, അത് ഏത് മൂവിയാണെന്നുള്ളത് ഇതൊന്നായിരിക്കും കാണുന്നത്. ഏത് മൂവിയാണെന്നുള്ളത് ആദ്യം ഗസ് ചെയ്യുന്ന ആൾക്ക് മാർക്ക് ഉണ്ടാവും ആൻഡ് തെറ്റിക്കുന്ന ആൾക്ക് മൈനസ് പോയിന്റ് ഉണ്ടാവും. ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് വേണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് 1 million ആക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഷോ മീ. കണ്ടോ 3 2 1. അതാരാ മസിൽ മാൻ? രോമാഞ്ചം 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 മിന്നൽ വേഗത അല്ലേ? രോമാഞ്ചാണത് ആണോ? രോമാഞ്ചം ഉറപ്പിക്കാവോ? ആണ്. രോമാഞ്ചാണോ? എനിക്ക് ഞാനും കൈവയ്ക്കാൻ ഞാനും പറയണ്ട. അല്ല, തെറ്റാണെങ്കിൽ പിന്നെ പറയേണ്ടി വരും. നീ പറയുന്നുണ്ട് വേറെ? ഞാൻ പറയുന്നില്ല, ഇവൻ പറയേണ്ടി വരും തെറ്റാണെങ്കിൽ. ഞാൻ രോമാഞ്ചം പറഞ്ഞു. നീ കൈവക്കില്ലല്ലേ? അവിടെ ക്ലൂ എന്നെ കുശിക്കാൻ വാ കുശികളെ വരിൻ വരിൻ കൂടി ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കർ. എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് സിനിമ പെട്ടെന്ന് കത്തില്ല. കത്തില്ല. പറട്ടെ. നരസിംഹം. നെക്സ്റ്റ് അതവിടെ എഴുതി കാണിച്ച്. പറടാ തട്ടത്തിമറയത്ത്. ഞാൻ പ്രേമം പറയാൻ പറ്റുമായിരുന്നു. അയ്യോ അയ്യോ. ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ. എന്താ? ഒന്നുമില്ല. ഓക്കേ, നെക്സ്റ്റ് വൺ. ക്രേസി ഗോപാലൻ. ഇയാൾ അതിന് മുന്നേ കൈ വെക്കുന്നുണ്ടേ. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഇയാൾക്ക് സത്യം പറഞ്ഞ എല്ലാം അറിയാവുന്ന സിനിമയാണെന്ന് ഇയാൾക്ക് അറിയാം. അപ്പൊ നേരത്തെ കൈ വെക്കുമ്പോ തന്നെ മാറ്റിക്കോട്ടെ. ഇയാൾ ഇതിന് വേണമെങ്കിൽ പറ്റും, നോക്കി അറിയാൻ പറ്റും. പണി വരുന്നുണ്ടാവറച്ച. ഫസ്റ്റ് ലെവൽ ഈ ചലഞ്ചില് ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. ലെവല് ഓ അല്ല, ഫസ്റ്റ് ലെവലിന്റെ ലാസ്റ്റ്. എന്തൊരു തേങ്ങ. ഫസ്റ്റ് ലെവലിലെ രാഷ്ട്രം സിഐഡി മൂസ. യെസ് യെസ് സിഐഡി മൂസ. യെസ് യെസ് ഷിറ്റ്. മൂസ സിഐഡി മൂസ. സമൂല മൂലംകുഴിയിൽ സഹദേവൻ. മൂലംകുഴിയുടെ മൂലം രാജമാണിക്യം. താനെ പറഞ്ഞ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളൊന്ന് കൈവെക്കാളൊന്ന്. അതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ വേണ്ട. കേട്ടിരിക്കണം മോനെ. താനല്ലേടോ മാറ്റം ചെയ്തായിരുന്നു. അത് കേക്കില്ലോ. അതെ, അതുകൊണ്ട് പറയുന്നത് ഇയാളുടെ രാജമാണിക്യം. 3 2 അയ്യോ എനിക്ക് 3 2 അല്ല, അത് പറയാൻ പറയട്ടെ. 3 പറയാൻ പറയട്ടെ. നീ ചതിക്കാതെ തോന്നുന്നു. എനിക്കറിയാം. പറയ്. ഞാൻ പറഞ്ഞു ചതിക്കാതെ തോന്നുന്നു. പുലിവാൽ കല്യാണം. എനിക്കറിയാം ചതിക്കാത്ത എന്താന്ന് എനിക്കറിയാം. മൈനസിട്ട്. 3 2 1. എടാ 2020. അതെ. ദോസ് അത്രോ ഇയാൾ എന്തിനാ കൈ വെക്കുന്നേ? ഓരോനൊക്കെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ ഫസ്റ്റ് കൈ വെക്കുന്നോണ്ട് എനിക്ക് അങ്ങോട്ട് പിന്നെ കൈ വെക്കാൻ തോന്നൂല. സെന്റർ ഫ്രഷ് കഴിക്കുന്ന അവൽ കുതിയുടെ തുള്ളിച്ചാട്ടം. നെക്സ്റ്റ് എന്തത് 3 2 1. ഓഫീസർ on duty.
പറയാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ ഫ്ലോപ്പ് ആയി പോവുകയും ചെയ്യും. ഏതാ കോൺഫിഡൻസ് എനിക്ക് മനസ്സിലാവണില്ല. എത്രയും എടാ എനിക്ക് കിട്ടിയേ, പക്ഷെ അത് വന്നില്ലേ വരുത്ത് പേരൊക്കെ ഇട്ടിട്ടുണ്ടോ കൈവക്കാൻ? എനിക്ക് കിട്ടിയതാണ് വിട്. പോട്ടെ, അടുത്ത ദിവസം കളിക്കും. സങ്കടമൊന്നുമില്ല. കഴിഞ്ഞ് 3, 2, 1. ഒരു ജാതി ജാതക. എന്താ കൈ നോക്കിട്ട് ആലോചിക്കുന്നത് വേണ്ട. അല്ല ഇവന് പേര് പേര് ഇത് കൈ ചോദിക്കണം, അതാ നല്ലത്. ഇല്ലെങ്കിൽ എത്ര ടൈം പിടിക്കും സാറില്ലാട്ടാ സാർ. കണ്ടുപിടിക്കാനായിട്ട്. അടുത്ത ദിവസത്തിലേക്ക് അടുത്ത് ഓ ഹലോ മമ്മി. ആൻസർ. എടി ഞാൻ അതാ എന്റെ മനസ്സിൽ പറഞ്ഞിരുന്ന പടം. പുറത്തേക്ക് ഞാൻ ഈ റൗണ്ടിന് മുമ്പ് ഞാൻ ഹലോ മമ്മി വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അങ്ങനെ. നെക്സ്റ്റ് വൺ പ്ലീസ്. താങ്ക് യു. പ്രാവിൻകൂടി ഷാപ്പ്. താനിതെല്ലാം കണ്ടു, എനിക്ക് ഇതറിയാം, ഇതേ കണ്ടില്ല. പേര് കിട്ടത്തില്ല പെട്ടെന്ന്. ആണോ? എന്നാ ബ്രോ ഇറങ്ങി അങ്ങോട്ട് മാറിയിരി. ബ്രോയും ഞാൻ സാധനം പക്ഷെ ഞാൻ പൊക്കി പറയുന്നുണ്ട്. എന്ത് തേങ്ങ. 3, 2, 1. പൈങ്കിളി. നിനക്ക് എന്താടാ കൂട്ടാ? നിനക്ക് വയ്യേ? നിനക്ക് വയ്യേ? രണ്ടിതിലുണ്ടല്ലേ? ഫ്ലോപ്പാണ്. രണ്ടിതിലുള്ള ഞാനൊരു മിന്നൽ വരെ കണ്ടുള്ളൂ. ഫുൾ ഫ്ലോപ്പാണല്ലേ? ഞാനും കണ്ടിട്ടില്ല. ഞാനാ ഭയങ്കര പറഞ്ഞു. റിലേ ഇതിപ്പോ ഞാൻ കളിച്ചാ പോരെ. ഞാൻ എല്ലാ ആൻസറും കളി ഞാൻ ജയിച്ചു ഒഫീഷ്യലായിട്ട്. താൻ എന്തിനാ ഇത്ര അത്യാഗ്രഹം എടുക്കുന്നേ? ശരി ഞാൻ പാണ്ടിപ്പട. അടുത്ത് വൈകിട്ട് കുട്ടിച്ചത്ത്. തൊലിയ അല്ല കൈ നോക്കി പറഞ്ഞു. വെള്ളി നക്ഷത്രം. പിന്നെ എന്താ കേട്ടോണ്ടിരുന്നെ? വെള്ളി നക്ഷത്രം അല്ലേ? എന്നോട് പറയാൻ പറഞ്ഞു മൈനച്ചിട്ടൂടെ അങ്ങോട്ട്. ഇയാളെന്നെ പറഞ്ഞു എടാ നീയല്ലേ കൈ നോക്കിയിട്ട് പറയാൻ പറഞ്ഞത്. എന്തിനാണ് ഇതിന് കിളിച്ചോണ്ടിരിക്കുന്ന? ഇതിപ്പോ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിക്കണം. ഞങ്ങൾക്കൊന്നും അറിയാലോ, ഞങ്ങളും മലയാളം തന്നെയാ പഠിച്ചേ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 points. എത്ര പോയിന്റ് കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞ തോറ്റെടുത്ത് 1, 0, -1, ഇതെങ്ങനെ -10ലേക്ക് പോയാ? -1. അപ്പൊ ഗെയിംസ് കോമണ് -1, വക്രയ്ക്ക് 0, എനിക്ക് 12. ഞാൻ കാര്യം പറയട്ടെ, പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം. അല്ല സിനിമ ഇതിൽ ഇപ്പൊ നമ്മൾ എത്ര സിനിമ കണ്ടെന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ അവർക്കൊരു സർപ്രൈസ് ഉണ്ട്. 15 അല്ലേ? അബ്രോഡ് അവസരം കഴിഞ്ഞു. ഇനി ഞാൻ പറയാം 17. 17 ഇല്ല. നിനക്ക് ഞാൻ പറഞ്ഞു 25. 15. അവിടെ മണ്ട എനിക്കുണ്ട് 12, 15. ഞാൻ 15 പറഞ്ഞേടാ. ഞാൻ പറഞ്ഞേക്കോ? പറയാനേക്കാൻ പറ്റൂ? ആണോ? ഞാൻ 15 പറഞ്ഞു. എനിക്ക് 12 ആൻസർ ഉണ്ട്. 3 ഞാൻ പറയണ്ട. 15
എനിക്ക് എത്ര ശരി ഉത്തരം ഉണ്ടായിരുന്നു? 3 അല്ലേ? 20. ഇയാളുടെ പോയി ശരി നോക്കണ്ട്. 20. ആ അതുകൊണ്ട് കൂട്ടിയിട്ട് ഞാൻ പറയണേ 20. ഉറപ്പാണ്? ഉറപ്പ്. പറ 20. കിട്ടിയ പകുതി. ഉറപ്പാണ്? ആ 20. ഇയാളെ മണ്ട. നമ്മളെ അതിനകത്ത് പോയിന്റ് കിട്ടിയാലും ഇല്ലേലും 0 ഇടും. മനസ്സിലായ? പോയിന്റ് കിട്ടിയാലും 0 ഇടും. മനസ്സിലായ? അപ്പൊ 15 അല്ലേ? അപ്പൊ 13 ശരിയാക്കി ചെയ്ത് 3 0 കിട്ടിയ 15. അല്ല ഞാൻ 15 പറഞ്ഞ. അപ്പൊ എനിക്ക് മാത്രമില്ല, ഇവർക്ക് രണ്ടുപേർക്ക് അധികം സമ്മതിക്കത്തില്ല. ഇല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലെങ്കിൽ എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട. അത് പിന്നെ സർപ്രൈസ്. 17 സിനിമയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.